കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ എങ്ങനെ അടക്കി നിർത്താം എന്നുള്ളത് ഈ മാർച്ചിൽ അതെ അതാണ് പറയുന്നത്. മാർച്ചിൽ തന്നെ രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പണിയെടുക്കുന്നു. ഗുജറാത്തിൽ തന്നെ പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് അതൊക്കെ ശക്തമായ നിലപാടാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ കോൺഗ്രസ്സായി നിൽക്കുകയും ബി ജെ പിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ആൾക്കാർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നുണ്ടുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ഇനി എന്താണ്, ഇപ്പം 2 സമ്മേളനം കൂടെ അവർ നിശ്ചയിപ്പിച്ചല്ലോ. ഇപ്പം 15-ാം തീയതി അവിടെ തന്നെ ഒരെണ്ണം, 28-ാം തീയതി രാജസ്ഥാനിലും. അപ്പം ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്നറിയോ? കേരളത്തിലെ 28 ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും AICCൻ്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടക്കും. അവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതവിടെ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു പുനർജനി ഉണ്ടാകുമെന്ന് അവർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരിക്കും ഇനി നടക്കാൻ പോകുക. അത് എന്ന് പറയുന്നത് 2029 ഇലക്ഷൻ വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്.